അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് ഈസി റെസിപ്പിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിന് ആവശ്യം കുറച്ച് പാസ്തയാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കുക. തിളപ്പിക്കുന്ന മാത്രമല്ല, അത് കുക്കാകണുണ്ടോ എന്നും കൂടി നോക്കുക. ഈ സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല ഐസ് വാട്ടർ അല്ലെങ്കിൽ തണുത്ത വെള്ളം, ടാപ്പ് വാട്ടർ ആണെങ്കിലും മതിയാവും. അതൊഴിച്ച് മാറ്റി വെക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ പാസ്ത എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ട രീതി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുക്കുക. പാനിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റെഡ് ചില്ലി ഉണ്ടല്ലോ, അത് കാശ്മീരി ചില്ലി മുഴുവനേ ഉള്ള അതെടുത്തതിന് ശേഷം ഒരു 8-10 എടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുതിർത്ത് ഒന്ന് അരച്ചെടുത്തതാണ് ഈ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണത്. അതിലേക്ക് 1 ടീസ്പൂൺ വിനിഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പിംഗ്സ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇത്രയും ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം സോസായിട്ട്. ഇതിൽ ഞാൻ കോൺഫ്ലോർ ഒന്നും ഇപ്പം ആഡ് ചെയ്യണില്ല. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് നമുക്ക് ഷെസ്വാൻ സോസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ അതുണ്ടെങ്കിൽ അത് മാത്രം മതിയാവും. ജസ്റ്റ് ഒന്ന് പാസ്ത ഇട്ടിട്ട് ബട്ടറിൽ സോട്ട് ചെയ്തതിന് ശേഷം അത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒന്ന് നന്നായിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ടൊമാറ്റോ കെച്ചപ്പല്ല സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒരു 1/2 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതല്ല നിങ്ങൾക്ക് നാച്ചുറലി ഹോം മെയ്ഡ് തന്നെ വേണം എന്നുള്ളവർക്ക് ഒരു 4-5 തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം അത് മിക്സിയിൽ അടിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കി നന്നായിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ കുറച്ച് തോന്നി എന്തായാലും ഇതിൽ ടൊമാറ്റോ ഫ്രഷ് ആയിട്ടുള്ളത് അടിച്ചൊഴിക്കാം. നിങ്ങളെ കയ്യിൽ ടിൻഡ് പേസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ അത് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു ടൊമാറ്റോ ഫ്ലേവറിൽ ചെയ്യണോണ്ട് തന്നെ ഇതിൽ ടൊമാറ്റോ നന്നായിട്ട് കുക്ക് ചെയ്തത് മിക്സിയിൽ അടിച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവും പുളിപ്പും ഉപ്പും ടേസ്റ്റൊക്കെ കറക്റ്റായിട്ട് ബാലൻസായി വന്നിട്ടുണ്ട്. സോസിൻ്റെ മധുരവും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വെക്കാനുള്ള മുട്ട ബുൾസയാണ് ഇപ്പോൾ റെഡിയാക്കിയത്. ഫൈനലി അതിൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കയ്യിലുള്ള ഡ്രൈ എന്തെങ്കിലും ഹെർബ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ പാസ്ലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റിംഗ് ചെയ്യുക, സെർവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട വേണമെങ്കിൽ എടുക്കുക, മുട്ട വേണ്ടാത്തവർക്ക് മുട്ട വേണ്ട എന്ന് ഒതുക്കി വെക്കുക. ഇതിങ്ങനെ തന്നെ ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞുതരാം. ഈ ഇടയ്ക്കൊക്കെ നമ്മൾ കഴിക്കുന്ന ഒരു മുറുക്കുണ്ട്, ടൊമാറ്റോ മുറുക്ക് എന്ന്. മാർക്കറ്റിൽ ഭയങ്കര അവൈലബിൾ ആണ്. മോസ്റ്റ്ലി എല്ലാ മാർക്കറ്റിലും ഇപ്പോൾ ടൊമാറ്റോ ഫ്ലേവറിലാണ് എല്ലാ സംഭവങ്ങളും റെഡി ആവുന്നത്. എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇതിൽ ഫീൽ ആയത്. ആ സോസും ആ ഒരു എരിവും ടേസ്റ്റും എല്ലാം കൂടി ഫ്ലേവറൊക്കെ അത് ആ ഒരു രീതിയിലാണ് കിട്ടിയത്. നല്ലൊരു ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകണ്ട. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കും അറിയിക്കാൻ വിട്ടുപോകണ്ട. ബൈ.